അതെ, ഇങ്ങനെ പൊട്ടിമുളയ്ക്കുക. നമ്മൾ കൂണൊക്കെ പൊട്ടിമുളക്കുമല്ലോ. പൊട്ടിമുളക്കുന്ന കൂടിൻ്റെ ചുവട്ടിൽ ഞാൻ ഇന്ന ദിവസം സ്വയം പൂജാതിനായി എഴുതി വെക്കുമോ എന്ന് പറഞ്ഞതുപോലെ അല്ലാതെ ഇതെന്താണ്? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് വന്നത് പരിശോധിച്ചാണ്. ഇങ്ങനെ ഒരു കെട്ടിട നിർമ്മാണം ഉണ്ടാവുമോ? ആളുകൾ സഹകരിച്ചുകൊണ്ട്, ഈ നാടാകെ ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് ആളുകൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ സഹകരിക്കുന്നുണ്ട്. അങ്ങനെയാണോ ഇത്? അങ്ങനെയാണെങ്കിൽ അത് വെളിവാക്കപ്പെടണ്ടേ? ഈ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചിട്ട്, ഇവിടുത്തെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളെ വിളിച്ചിട്ട് ഈ കണക്ക് അവതരിപ്പിച്ചോ? ബോധ്യപ്പെടുത്തിയോ? ഓഡിറ്റിന് വിധേയമാക്കിയോ? ഒന്നുമില്ല. ഇത് എൻ്റെ തറവാടാണ്. ഞാൻ ഉദ്ദേശിച്ചത് എന്തും ഇവിടെ നടത്തും. ഇങ്ങോട്ടാരും കയറി വരണ്ട എന്ന അജിത് കുമാറിൻ്റെയും ADGP അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന സുജിത് ദാസിൻ്റെയും ആ ധാർഷ്ട്യത്തിൻ്റെ തെളിവല്ലേ ഇത്? ഏത് നാട്ടിലാണ് നടക്കുക? തമിഴ്നാട്ടിൽ നടക്കുമോ? ആന്ധ്രയിൽ നടക്കുമോ? അപ്പോൾ ഒരു ക്രിമിനൽ സംഘം ആകെ വരിഞ്ഞു മുറുക്കുക, എങ്ങനെയും പണമുണ്ടാക്കുക. എന്നാലോ ഉണ്ടാക്കി കഴിഞ്ഞാലോ എന്താ പത്രത്തിൽ വാർത്ത? വലിയ സേവനം സുജിത് ദാസ് ഈ പോലീസുകാർക്ക് വേണ്ടി ചെയ്തു, വലിയ മേന്മ. ആ മേന്മ ഒരു ഭാഗത്ത് നടിക്കുകയും സാമൂഹ്യ പ്രതിബദ്ധത നടത്തുകയും, ഞാൻ ഇന്നലെയും മിനിയാന്നും പറഞ്ഞതുപോലെ ആര് പിടിച്ച് സ്വർണം കൊടുത്താലും ആ പിടിക്കുന്നതിന് 15% സെൻട്രൽ ഗവൺമെൻറ് കസ്റ്റംസിൻ്റെ റിവാർഡുണ്ട്. ആ റിവാർഡൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ കസ്റ്റംസിനെ ഏൽപ്പിക്കില്ല. പിടിക്കുന്ന സ്വർണം ഈ 15% ഈ വലിയ സേവനം ചെയ്യുന്ന പോലെ ഒഴിവാക്കി കൊണ്ടോട്ടിയിലെ സകല തട്ടാന്മാരെ എടുത്തും കൊടുത്ത് ഉരുക്കി 15% പകരം 40-50% അതിൽ നിന്ന് കവർന്നെടുക്കുന്ന ആ രീതിയുടെ മറ്റൊരു രൂപം. എന്തിനേറെ പറയുന്നത്, പോലീസിൻ്റെ ക്യാമ്പ് ഓഫീസിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന SP-യുടെ വസതിയുടെ ഉള്ളിൽ നിന്ന് മരം വരെ മുറിച്ച് കടത്തുകയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, എന്താണ് ഇതിൻ്റെ ടെൻഡൻസി? ഈ കോടികൾ മുഴുവൻ ഉണ്ടാക്കിയവർ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കോടാനകോടികളെ കണക്ക് ഞാൻ അവതരിപ്പിച്ച ഇപ്പോൾ ഈ പറയുന്ന കോറികളിൽ നിന്നുള്ള മാസപ്പടി പിരിവ് ഒരു മാസത്തിൽ കോടാനകോടി റുപ്യ ADGP-ക്കും ഈ പറയുന്ന അജിത് കുമാറിനും അതുമായി ബന്ധപ്പെട്ട പോലീസുകാർക്കും കിട്ടുമ്പോൾ ഒരു 10,000-20,000 രൂപയുടെ ഒരു മരക്കഷ്ണം അതുകൂടി മുറിച്ച് കടത്തണമെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് എന്താ ചെയ്തോ വികാരം? അപ്പോൾ അത് ടെൻഡൻസിയാണ്, രക്തത്തിൽ ചേർന്ന ടെൻഡൻസി, കളവിൻ്റെ. അതാണിത് പ്രതിഫലിക്കുന്നത്. എത്ര വലിയ പൈസക്കാരനായാലും അവന് കളവിൻ്റെ ടെൻഡൻസി മുമ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഓഫീസിൽ ഒരു ടേബിളിൽ കയറിയാൽ ആ മേശപ്പുറത്ത് നല്ലൊരു പേന ഉണ്ടെങ്കിൽ അതെടുത്ത് പോക്കറ്റിലിടും. എത്ര കോടീശ്വരനായിട്ടും കാര്യമില്ല. കാരണം എന്താ? അവൻ്റെ ബ്ലഡിൽ അതുണ്ട്. അതാണ് SP ഓഫീസിലെ മരം മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി സൂചിപ്പിച്ച പുഴുക്കുത്തുകൾ, സാമൂഹ്യ വിരുദ്ധർ, അവരെ ശക്തമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ പോലീസ് സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ച് ഗവൺമെൻറ് അന്വേഷിച്ച് അതും ഈ അന്വേഷണ ഏജൻസിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി തക്കതായ ശിക്ഷ മാതൃകാപരമായി നൽകണമെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ സംഭവത്തിലടക്കം ADGP അജിത് കുമാറും ആരോപണം നേരിടുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ അവധിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സസ്പെൻഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസ്മിസലും അതിൽ നിന്ന് പിന്നീട് ജയിലിലേക്കുള്ള യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സസ്പെൻഷൻ എന്താ? അത് ഏത് നിമിഷവും ആർക്കും കിട്ടാവുന്ന ഒരു കാര്യമാണ്. അതിലേ ഇത് അവസാനിക്കുകയുള്ളൂ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്ത് സംശയം? എന്താ നിങ്ങൾക്ക് ഇപ്പോഴും സംശയം? ഈ സർക്കാർ നടപടിയെടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ സുജിത് ദാസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ ഉണ്ടായത്? ഞാനിന്ന് മാമി കേസുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ അവർ പ്രതീക്ഷയിലാണ്. അവിടെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ടാക്കി IG-യുടെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് IG-യുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിൻ്റെ പ്രഥമഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഓരോന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട IG ഇന്നലെ 9 മണിക്കൂറോളം എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ഇരുന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ എഴുതിയെടുത്തത്. ഇതൊന്നും കേരളത്തിൻ്റെ പോലീസ് ചരിത്രത്തിൽ ഉണ്ടാകാത്ത കാര്യങ്ങളാണ്. 1 മണിക്കൂറോ 10 മിനിറ്റോ അല്ല, 9ഓളം മണിക്കൂറുകൾ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കടന്നു വരിക തന്നെ ചെയ്യും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും. കുടിക്കുക മാത്രമല്ല, അവനത് ഛർദ്ദിക്കും ചെയ്യും.
യാതൊരു തർക്കവും നിങ്ങൾ കരുതണ്ട. വിജിലൻസ് അന്വേഷണം കൂടി ആവശ്യമുണ്ടോ? അല്ല, ഇപ്പോൾ ഒരു വിജിലൻസ് ഇപ്പോൾ വേണ്ട. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഇത് പരിശോധിക്കട്ടെ. അതിന് ശേഷിയുള്ളവരാണല്ലോ ഇപ്പോൾ പരിശോധിക്കുന്നത്. MLA ഒരു ഗൺ ലൈസൻസിന് കൊടുത്തിരുന്നല്ലോ ജില്ലാ കളക്ടർക്ക്, അതിന്റെ ഒരു തുടർ നടപടി അതിൻ്റെ പ്രോസസ്സിലാണ്. കിട്ടിയ വിവരം അറിയിക്കുക. ഗണ്ണ് കിട്ടുന്നതിനെ അല്ല, ഗണ്ണില്ലാതെ ഈ ഇപ്പൊ മുട്ടാൻ പറ്റില്ലല്ലോ, അറിയാലോ. ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോഴേ ഒരു പിന്തുണ കൂടി വരുന്നുണ്ടല്ലോ, അപ്പൊ ഇനി ഗണ്ണ് ആവശ്യം വരുമോ? അല്ല, പിന്തുണയുടെ വിഷയമല്ല. ഞാൻ ഗണ്ണ് വാങ്ങുന്നതിൻ്റെ കാര്യം ചോദിച്ചു. പേടിച്ചിട്ടാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരും ചോദിച്ചു. പേടിയുണ്ടെങ്കിൽ പണിക്കിറങ്ങില്ലല്ലോ. നമ്മളെ ഞെക്കാൻ വരുന്നവൻ്റെ അടുത്ത് ഒരുത്തനെങ്കിലും തിരിച്ചു കൊടുക്കാമല്ലോ, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. പേടിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നാൽ പറയും, ഈ പണിയൊക്കെ എടുക്കണം.